ഡീസലിന്റെ കയറ്റുമതി തീരുവ കുറച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ 23 രൂപയാക്കി കുറച്ചു. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ 33 രൂപയാക്കി. പെട്രോൾ കയറ്റുമതി തീരുവയിൽ മാറ്റമില്ല. ആഭ്യന്തര വിപണിയിലെ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമുണ്ടാകില്ല. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരവിന്ദ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഇതെങ്ങനെയാണ്? അതിലിന് GK വിമാന ഇന്ധനത്തിന്റെയും ഡീസലിന്റെയും കയറ്റുമതി തീരുവയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുന്നത്. ഡീസലിന്റെ കയറ്റുമതി തീരുവ ഇപ്പോൾ 23 രൂപയാക്കിയിട്ടുണ്ട്. പ്രധാനമായും 32 രൂപ 50 പൈസയാണ് ഇപ്പോൾ ആ ഡീസലിന്റെ കയറ്റുമതി തീരുവ കുറച്ചിരിക്കുന്നത്. അതേസമയം വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ എന്ന് പറയുന്നത് 33 രൂപയാക്കിയിട്ടുണ്ട്. 9 രൂപയാണ് വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവയിൽ കേന്ദ്രം കുറവ് വരുത്തിയിരിക്കുന്നത്. ഈ ഏപ്രിൽ മാസം ഈ രണ്ടിനത്തിന്റെയും കയറ്റുമതി തീരുവ കേന്ദ്രം കൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പരിശോധനകൾക്ക് ശേഷം കയറ്റുമതി തീരുവ കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്രം പോയിരിക്കുന്നത്. അതേസമയം പെട്രോളിന്റെ കയറ്റുമതി തീരുവയിൽ മാറ്റം ഉണ്ടാകില്ലെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 11 ഈ കയറ്റുമതി തീരുവ വർദ്ധിച്ചപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയത് ആഭ്യന്തര വിപണിയിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുക, കൂടുതൽ വിലവർദ്ധനവ് തടയുക അടക്കമുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം കയറ്റുമതി തീരുവ വർദ്ധിച്ചത്. നിലവിൽ ആ സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡീസലിന്റെയും അതുപോലെ തന്നെ വിമാന ഇന്ധനത്തിന്റെയും കയറ്റുമതി തീരുവ ഇപ്പോൾ കേന്ദ്രം കുറച്ചിരിക്കുന്നത്. അതേസമയം ആഭ്യന്തര വിപണിയിൽ ഇത് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല. കയറ്റുമതി തീരുവയാണ്. എന്തായാലും നമുക്കറിയാം, രാജ്യത്തെ ഇന്ധന ഡീസൽ വില, പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്ന ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരമൊരു വർധനവ് ഉടൻ ഉണ്ടാകില്ല എന്ന് കൂടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. GK ദില്ല. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.